അപ്പോൾ അടുത്തൊരു പ്രോബ്ലം നോക്കാം. എ ക്വാണ്ടം പാർട്ടിക്കിൾ ഈസ് കൺഫൈൻഡ് ഇൻ എ വൺ ഡയമെൻഷണൽ സ്പേസ് ഓഫ് 0 to 2 ആണ്. കൺസിഡർ എ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ആസ് എന്ന് പറഞ്ഞിട്ട് ആ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഗിവ്സ് ദ കറക്റ്റ് വാല്യൂ ഓഫ് പി. ഈ വേവ് ഫംഗ്ഷനിൽ തന്നിട്ടുള്ള പിന്റെ വാല്യൂ എന്താണ് എന്നാണ് പ്രോബ്ലം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ ഈസ് കൺഫൈൻഡ് ഇൻ എ 1D സ്പേസ് എന്നാണ്. അപ്പോൾ ബേസിക്കലി ഇതൊരു 1D ബോക്സിന്റെ പ്രോബ്ലം ആണ്. ഒരു 1D സ്പേസിൽ കൺഫൈൻഡ് ആയ പാർട്ടിക്കിളിനാണ്. അപ്പോൾ ഒരു 1D ബോക്സിന്റെ പ്രോബ്ലം ആണ്. അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ആ 1D ബോക്സിന്റെ ലെങ്ത് കൺഫൈൻഡ് ആയ ലെങ്ത് എന്ന് പറഞ്ഞാൽ 0 to 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 1D ബോക്സിന്റെ ലെങ്ത് എന്താണ്? 2 ആണ്. എന്നിട്ട് അതിലുള്ള ഒരു പാർട്ടിക്കിളിന്റെ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് പി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അതിന്റെ കാണാനുള്ള ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നു, C1 ψ1 പ്ലസ് C2 ψ2 പ്ലസ് C3 ψ3 എന്നൊക്കെ പറഞ്ഞു തന്നു വിചാരിക്കുക. അതായത് ഒരു വേവ് ഫംഗ്ഷനെ അതിന്റെ ബേസിസ് സ്റ്റേറ്റ്സിലാക്കിയിട്ട് തിരിച്ചെഴുതിയിട്ടാണുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ ഓഫ് ഓൾ ദീസ് സ്റ്റേറ്റ്സ് ആയിട്ടാണ് സൈ തന്നിട്ടുള്ളത്. ടോട്ടൽ വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ബേസിസ് സ്റ്റേറ്റ്സ് ചേർന്നാണ് തന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിന്റെ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കും. ടോട്ടൽ പ്രോബബിലിറ്റി 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതല്? മോഡ് C1 സ്ക്വയർ, ഓരോ ബേസിസ് സ്റ്റേറ്റിന്റെയും കോഎഫിഷ്യന്റിന്റെ മോഡ് സ്ക്വയർ എടുത്ത് ആഡ് ചെയ്യും അല്ലെ. മോഡ് C1 സ്ക്വയർ പ്ലസ് മോഡ് C2 സ്ക്വയർ പ്ലസ് മോഡ് C3 സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും? 1 ആണ് നമുക്ക് കിട്ടും അല്ലെ. അപ്പോൾ നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത് സെയിം പരിപാടിയാണ്. ഇതൊരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണ് തന്നിട്ടുണ്ട്. നമ്മൾ അതിന് എന്ത് ചെയ്യും? പിന്നെ പിരിച്ചെഴുതും, അതിന്റെ ബേസിസ് സ്റ്റേറ്റ്സിലാക്കിയിട്ട് എഴുതും. എന്നിട്ട് ഓരോ കോഎഫിഷ്യന്റും, അതായത് ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയതുകൊണ്ട് തന്നെ കോഎഫിഷ്യന്റിന്റെ മോഡ് സ്ക്വയർ ആഡ് ചെയ്ത് ഈക്വൽ ടു 1 എന്നിട്ട് അതിൽ നിന്ന് പി കാണാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതൊരു 1D ബോക്സിന്റെ പ്രോബ്ലം ആണ്. 1D ബോക്സിലുള്ള ഏതൊരു പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം sin ഈക്വൽ ടു √2/L അല്ലെ, sin n πx/L ആണ് നമുക്കറിയാം. ഇതിൽ n എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളത്. n 1 ആണെങ്കിൽ പാർട്ടിക്കിൾ 1Dന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണുള്ളത്. n2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, n3 എന്ന് പറഞ്ഞാൽ സെക്കൻഡ്, അങ്ങനെ. L എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 1D ബോക്സിന്റെ ലെങ്ത് ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇവിടെ സൈ n എന്താ വരിക? സൈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2/L. L എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പ്രോബ്ലത്തിൽ തന്നെ തന്നിട്ടുണ്ട്, കൺഫൈൻ ചെയ്തിരിക്കുന്നത് 0 to 2 ആണ്. അപ്പോൾ ലെങ്ത് 2 ആണ്. അപ്പോൾ √2/2 എന്ന് വരും, എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ സൈ n എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? sin n πx/L എന്ന് പറയുന്നത് 2 ആണ് അല്ലേ, 2 ആണ്. ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ψ1 എഴുതാം. ψ1 എന്താ വരിക? n ഉള്ളിടത്ത് 1 ആവും. അപ്പോൾ ഇവിടുത്തെ ψ1 എന്ന് പറഞ്ഞാൽ sin πx/2 ആണ്. ψ2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരിക? ψ2 എന്ന് പറഞ്ഞാൽ sin 2πx/2 ആണ് അല്ലേ. ഇങ്ങനെ ഓരോന്നും വരും. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന വേവ് ഫംഗ്ഷന് എന്താണെന്ന് നോക്കാം. psi ഈസ് ഈക്വൽ ടു, ഇവിടെ തന്നിട്ടുള്ള ടോട്ടൽ വേവ് ഫംഗ്ഷൻ പറഞ്ഞാൽ √p/5 1 പ്ലസ് cos πx/2 sin πx/2 ആണ്. നമ്മൾ ഇതിനെന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഓക്കെ, നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക? √p/5 എന്ത് വരും? √p/5 sin πx/2 പ്ലസ് √p/5 sin πx/2 cos πx/2 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? √p/5 sin πx/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നോക്കുക, ψ1 ആണ് sin πx/2. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? ψ1 പ്ലസ് √p/5, ഇവിടെ നോക്കുക sin πx/2 cos πx/2 എന്നാണുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ ψ1 ψ2 എന്നുള്ള ψ3 ആ രൂപത്തിലേക്ക് ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ട്രിഗണോമെട്രിക് റിലേഷൻ ഉപയോഗിക്കാം. നമുക്കറിയാം എന്ത്? sin 2x എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ റിലേഷൻ അറിയാം, 2 sin x cos x ആണ് അല്ലേ. അപ്പോൾ sin x cos x നമുക്ക് എങ്ങനെ എഴുതാം? sin x cos x എന്ന് പറയുമ്പോൾ 1/2 sin 2x ശരിയല്ലേ. അപ്പോൾ ഇതേ സംഗതി ഉപയോഗിച്ചിട്ട് ഈ എന്താ sin x cos x ആ ഫോർമുല അതുള്ള. അപ്പോൾ sin x cos x നമുക്ക് എങ്ങനെ എഴുതാം? 1/2 sin 2x ഫോർമുല എഴുതാം. അപ്പോൾ നമ്മൾ ഇതിനെ അങ്ങനെ എഴുതുന്നു. അപ്പോൾ എന്ത് വരും? 1/2 sin 2x 2x x എന്ന് പറഞ്ഞാൽ ഇവിടെ πx/2 ആണ്. πx/2 അല്ലേ. ഇവിടെ നോക്കൂ, sin 2πx/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ψ2 ആണ് അല്ലേ. sin 2πx/2 എന്ന് പറഞ്ഞാൽ ആരാണ്? ψ2 ആണ്. അപ്പോൾ നമുക്ക് അതിനെ അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് sin 2πx/2 എന്ന് പറഞ്ഞാൽ ആരാണ്? ψ2 ആണ്. ഓക്കെ,
psi 2 ആണ് എന്ന് വരും. ഇതാണെന്ന് നമ്മളെ വേവ് ഫംഗ്ഷൻ psi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് എങ്ങനെയായി? psi എന്ന് പറഞ്ഞാൽ C1 psi1 പ്ലസ് C2 psi2 ആ ഫോമിലായി. ഇത് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിന് ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബേസിസ് സ്റ്റേറ്റിൻ്റെയും കോഎഫിഷ്യൻറ്റിൻ്റെ മോഡ് സ്ക്വയർ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം അല്ലേ? സ്ക്വയർ പ്ലസ് ഇവിടെ P/5 1/2 സ്ക്വയർ രണ്ടും ആഡ് ചെയ്ത് കഴിയുമ്പോൾ 1 കിട്ടണം അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? P/5 പ്ലസ് P/5 into 1/4 equal to 1. Just ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി 1 plus 4 കോമൺ ആയിട്ട് എടുത്തു. സോ P/5 into 5/4 1 5/5 get cancelled. P equal to 4. P കിട്ടും നമുക്ക് എന്ത് കിട്ടി? 4. P എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് ആൻസർ കിട്ടി. ഓക്കെ, താങ്ക് യു.